എവരിവൺ. കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി മെഷീൻ സീരീസിലെ 4ാമത്തെയും അവസാനത്തെയും വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഇതിൽ എംബ്രോയ്ഡറി പാർട്ടിനെ പറ്റിയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യണത്. പതിനേഴാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ബിൽറ്റ് ഇൻ ഡിസൈൻസ് എന്നുള്ളതാണ്. ഇത് 2 ടൈപ്പ് മെഷീൻസിനെ ബാധിക്കുന്നതാണ്. എല്ലാ ടൈപ്പ് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി മെഷീനുകളിലും കുറച്ച് ബിൽറ്റ് ഇൻ ഡിസൈൻസ് ഓൾറെഡി കമ്പ്യൂട്ടറിൽ തന്നെ സെറ്റ് ചെയ്ത ഡിസൈൻസ് ഉണ്ടാവും. എംബ്രോയ്ഡറി ഓൺലി മെഷീൻസിൽ ചിലപ്പോൾ കോമ്പിനേഷൻ മെഷീൻസിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ബിൽറ്റ് ഇൻ ഡിസൈൻസ് ഉണ്ടാവും. ഇങ്ങനെ എത്ര ബിൽറ്റ് ഇൻ ഡിസൈൻസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. ഇത്തരം ഡിസൈൻസ് സെലക്ട് ചെയ്ത് തുണി ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് മെഷീനിൽ അറ്റാച്ച് ചെയ്ത് നൂലും സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എംബ്രോയ്ഡറി ചെയ്യും. നൂൽ മാറ്റേണ്ടി വരുമ്പോൾ സ്റ്റോപ്പ് ആവും. ത്രെഡ് ചേഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി എംബ്രോയ്ഡറി ചെയ്തു തുടങ്ങും. ജസ്റ്റ് എംബ്രോയ്ഡറി ചെയ്യുന്ന വിധം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മൾട്ടി ഹെഡ് മെഷീനുകളിലും മൾട്ടി നീഡിൽ മെഷീൻസിലൊക്കെ നൂലുകൾ വരെ ആദ്യം ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്യാം. മെഷീൻ അത് വേണ്ട ഓർഡറിൽ എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എംബ്രോയ്ഡറി പൂർത്തിയാക്കും. ഈ പോയിന്റ് വലിയ മെഷീനുകളിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നല്ല. അതിൻ്റെ കാരണം മറ്റൊരു പോയിന്റ് പറയുമ്പോൾ ഞാൻ വിശദീകരിക്കാം. 18ാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ബിൽറ്റ് ഇൻ ഫോൺസ് എന്നുള്ളതാണ്. ഇതും 2 മെഷീൻസിനും അപ്ലിക്കബിൾ ആണ്. ബിൽറ്റ് ഇൻ എംബ്രോയ്ഡറി ഡിസൈൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ എത്ര ബിൽറ്റ് ഇൻ ഫോൺസ് ഉണ്ട് എന്നുള്ളതും നോക്കിയാൽ നല്ലതാണ്. പല ടൈപ്പ് ഫോണ്ടുകളും ഉണ്ടാവും. അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. പത്തൊമ്പതാമത്തെ പോയിന്റ് ഹൂപ്പ് സൈസ് എന്നുള്ളതാണ്. ഇതും 2 മെഷീൻസിനെയും ബാധിക്കുന്നതാണ്. എംബ്രോയ്ഡറി മെഷീൻ സെലക്ട് ചെയ്യണതിന് കണക്കാക്കേണ്ട ഏറ്റവും മെയിൻ പോയിന്റുകളിൽ ഒന്നാണ് ഹൂപ്പ് സൈസ് എന്നുള്ളത്. ഹൂപ്പ് എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി ഫ്രെയിമാണ്. ആ പർട്ടിക്കുലർ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറിയുടെ മാക്സിമം സൈസിനെയാണ് ഹൂപ്പ് സൈസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മെഷീനിൽ വരുന്ന ബിൽറ്റ് ഇൻ ഡിസൈൻസ് എല്ലാം ആ വലുപ്പത്തിലായിരിക്കും. ഈ ഡിസൈൻ്റെ സൈസ് നമുക്ക് എഡിറ്റ് ചെയ്ത് ചെറുതാക്കാൻ പറ്റും, പക്ഷെ ഡിസൈൻ ഹൂപ്പ് സൈസിനേക്കാൾ വലുതാക്കാൻ പറ്റില്ല. അതായത് ഹൂപ്പ് സൈസിനേക്കാൾ ചെറിയ ഡിസൈൻസ് എംബ്രോയ്ഡറി ചെയ്യാം, പക്ഷെ മാക്സിമം ആ സൈസിൽ ചെയ്യാൻ പറ്റും. ഓരോ മെഷീനിലും ഡിഫറെൻറ്റ് ഹൂപ്പ് സൈസ് ആയിരിക്കും. ചിലതിൽ
4x4, അതായത് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ, ചിലതിൽ 5x7. അങ്ങനെ മെഷീൻ അനുസരിച്ച് പല സൈസിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് 4x4 ഹൂപ്പ് സൈസുള്ള മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്സിമം 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും വരുന്ന ഡിസൈൻസ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ചെറിയ ഡിസൈൻ വെച്ച് ഒരു ഫുൾ നെക്ക് ഡിസൈൻ പോലെ ഉള്ള ഡിസൈൻസ് ചെയ്യാൻ പറ്റില്ല. ഡിസൈൻ പല പല സ്ഥലത്തായി നീക്കി ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യാൻ പറ്റുക. അതും അലൈൻമെൻറ്റ് അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിലേക്ക് ഹൂപ്പ് തുണിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഹൂപ്പിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് പൊസിഷൻസ് കണക്കാക്കുന്നത്. ഇതാണ് ഈ ഗൈഡ് ഉപയോഗിച്ച് ഈ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ഡിസൈൻ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ സോഫ്റ്റ്വെയറിൽ മൾട്ടി ഹൂപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും ഒട്ടും ഈസി അല്ല. അതിനെപ്പറ്റി സോഫ്റ്റ്വെയർ എന്ന പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. 4x4 എന്ന് പറഞ്ഞ പോലെ 5x7 ഹോപ്പ് സൈസാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നെക്ക് ഡിസൈനിൻ്റെയൊക്കെ പകുതി മുഴുവനായിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഹൂപ്പ് അഴിച്ചിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് തുണി സെറ്റ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ അതിൻ്റെ മിറർ ഇമേജ് ആക്കിയിട്ട് നെക്കിൻ്റെ മറ്റേ സൈഡിൽ മുന്നത്തെ ഡിസൈനിൻ്റെ തുടർച്ചയായിട്ട് സെയിം പൊസിഷനിൽ എംബ്രോയിഡറി ചെയ്തിട്ട് ഒരു നെക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. 2 സ്റ്റെപ്പിലും നെക്ക് ഫുള്ള് തീർക്കാൻ പറ്റും. വളരെ എക്സ്പെർട്ടൈസ് വേണം ഇങ്ങനെ കറക്റ്റ് പൊസിഷനിലേക്ക് അലൈൻ ചെയ്ത് ഹൂപ്പ് ഫിക്സ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യണത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വലിയ ഹൂപ്പ് സൈസുള്ള മെഷീൻസ് സെലക്ട് ചെയ്യാണ് കൂടുതൽ നല്ലത്. അത്തരം മെഷീൻസിൽ ഫിക്സ് ചെയ്യുന്ന ഹൂപ്സ് മെഷീൻസിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് ഏതെല്ലാം സൈസിൽ കിട്ടുമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെഷീനിനെ ബേസ് ചെയ്താണുള്ളത്. നമ്മൾ ചൂസ് ചെയ്യണ മെഷീനിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള എക്സ്ട്രാ ഹൂപ്സ് വാങ്ങുന്നത് വളരെ കോസ്റ്റ്ലി ആണ്. ചില മെഷീനിൻ്റെ കൂടെ 3 ഹൂപ്സ് ഒക്കെ കിട്ടും. ഹോം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഹോബി ആയിട്ട് ചെയ്യുന്നവർക്ക് 4x4 ഹൂപ്പ് സൈസ് ആയാലും മതിയാവും. എന്നാൽ ചെറിയ രീതിയിൽ ബിസിനസ്സായി ചെയ്യണവർക്ക് വലിയ ഹൂപ്പ് സൈസുള്ള മെഷീൻസ് ചൂസ് ചെയ്യണതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു നെക്ക് ഫുള്ളായി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതാണ്. ഇതെല്ലാം സിംഗിൾ നീഡിൽ മെഷീൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും മൾട്ടി നീഡിൽ മെഷീൻസിലോ മൾട്ടി ഹെഡ് മെഷീൻസിലോ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. മൾട്ടി ഹെഡ് മെഷീൻസ് ആകുമ്പോൾ ഒരേ ഡിസൈൻ കറക്റ്റ് ഇൻ്റർവെൽസിൽ എത്ര ഹെഡ് ആൻഡ് നീഡിൽസ് ഉണ്ടോ അത്രയും ഡിസൈൻസ് അറ്റ് എ ടൈം എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഫാക്ടറികളിലൊക്കെ ബൾക്ക് ഓർഡേഴ്സിന് വലിയ ഏരിയ വരുന്ന മൾട്ടി ഹെഡ് മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. ചെറിയ യൂണിറ്റുകൾക്ക് പറ്റിയ ടൈപ്പ് മൾട്ടി നീഡിൽ മെഷീൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ കോസ്റ്റ്ലി ആണ് ഇത്തരം മെഷീൻസൊക്കെ. ഈ വിഷയങ്ങളെല്ലാം കണക്കിലെടുക്കണം മെഷീൻ വാങ്ങുന്നതിന് മുമ്പ്. നമ്പർ ഓഫ് ബിൽറ്റ് ഇൻ ഡിസൈൻസിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഹൂപ്പ് സൈസ് എന്നുള്ളത്. 20ാമത്തെ പോയിന്റ് കമ്പ്യൂട്ടർ കണക്ടിവിറ്റി എന്നുള്ളതാണ്. ഇതും 2 ടൈപ്പ് മെഷീൻസിനും ആപ്ലിക്കബിൾ ആണ്. ഈ ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ കണക്ടിവിറ്റി മാത്രമുള്ള മെഷീൻസ് ഉണ്ട്. അതായത് എംബ്രോയിഡറി മെഷീൻ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം മെഷീൻസ് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ചില മെഷീനുകളിൽ USB മെമ്മറി സ്ലോട്ട് അവൈലബിൾ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബിൽറ്റ് ഇൻ ഡിസൈൻസിന് പുറമെ എക്സ്ട്രാ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തോ ഡൗൺലോഡ് ചെയ്തോ USB-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മെഷീൻ്റെ USB സ്ലോട്ടിൽ ഇട്ടാൽ പുതിയ ഡിസൈൻസ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ കണക്ടിവിറ്റി ഉള്ള മെഷീനുകളിൽ നമ്പർ ഓഫ് എംബ്രോയിഡറി ഡിസൈൻസിന് പ്രാധാന്യം കുറവാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് ഇതുകൊണ്ടാണ്.
ഇനി ചില മെഷീനുകളിൽ USB-ക്ക് പുറമെ എംബ്രോയിഡറി കാർഡ് സ്ലോട്ട് ഫെസിലിറ്റി ഉണ്ടാവും. ഡിസൈൻസ് വരുന്ന എംബ്രോയിഡറി കാർഡുകൾ വാങ്ങാൻ കിട്ടും. ഇങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കാനുള്ള സ്ലോട്ടാണിത്. ഇങ്ങനെയുള്ള മെഷീനുകളിൽ ചിലപ്പോൾ കൂടെ 1-2 എംബ്രോയിഡറി കാർഡുകൾ ഫ്രീ ആയിട്ടും കിട്ടാറുണ്ട്. എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനുകളിലും ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടൊരു മെമ്മറി ഉണ്ടാവില്ല. അതായത് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, അതിൽ തന്നെ ധാരാളം ബിൽറ്റ് ഇൻ എംബ്രോയിഡറി ഡിസൈൻസ് ഉണ്ടാവും. എന്നാൽ എക്സ്ട്രാ ഡിസൈൻസിന് വേണ്ടിയുള്ള മെമ്മറി സ്ലോട്ട് ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഉഷ ജനോമയുടെ ഡ്രീം മേക്കർ 120 പറഞ്ഞ കോമ്പിനേഷൻ മെഷീനിൽ ധാരാളം ബിൽറ്റ് ഇൻ സ്റ്റിച്ചസും ബിൽറ്റ് ഇൻ എംബ്രോയിഡറികളും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചസും എംബ്രോയിഡറീസും ആട്ടോ അതിൽ വരുന്നത്. എന്നാൽ എക്സ്ട്രാ ഡിസൈൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. USB സ്ലോട്ട് ഇല്ല. ഉള്ള ഡിസൈൻസ് എഡിറ്റ് ചെയ്തും 2-3 ഡിസൈൻസ് കമ്പൈൻ ചെയ്തും പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നേ പറ്റുള്ളൂ. ബിസിനസ്സിനായിട്ട് മെഷീൻ വാങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായും USB സ്ലോട്ടുകളുള്ള മെഷീൻസ് സെലക്ട് ചെയ്യണം. ലോഗോ പോലെയുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം മെഷീൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപകാരമാവുള്ളൂ. ഇരുപത്തിയൊന്നാമത്തെ പോയിന്റ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ബോത്ത് ടൈപ്പ് ഓഫ് മെഷീൻസിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഹൂപ്പ് സൈസ്, കമ്പ്യൂട്ടർ കണക്ടിവിറ്റി എന്നീ ഫീച്ചേഴ്സ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പുതിയ ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ വാങ്ങണ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിയില്ലെങ്കിൽ മെഷീൻ വാങ്ങണത് വെറുതെ ആവും. ചില മെഷീനുകളുടെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡിജിറ്റൈസിങ് സോഫ്റ്റ്വെയർ കിട്ടും. ഡിജിറ്റൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൊരു ഡിസൈൻ നമ്മുടെ കയ്യിലുള്ള മെഷീന് കോമ്പാറ്റബിൾ ആയ രീതിയിലുള്ള എംബ്രോയിഡറി ഫോർമാറ്റിലേക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എംബ്രോയിഡറി സ്റ്റിച്ചസായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ എംബ്രോയിഡറി ഡിസൈനാക്കി മാറ്റുന്നു. ഇനി കോംപ്ലിമെൻ്ററി സോഫ്റ്റ്വെയർ കിട്ടുന്ന മെഷീനാണെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന സോഫ്റ്റ്വെയർ ഫുൾ വേർഷൻ ഒന്നും ആവില്ല. ബേസിക് വേർഷൻസ് മാത്രമാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഉഷ ജനോമി മെമ്മറി ക്രാഫ്റ്റ് 450E എന്ന് പറഞ്ഞ മെഷീൻ്റെ കൂടെ ഡിജിറ്റൈസർ ജൂനിയർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ കിട്ടും. ബേസിക് എഡിറ്റിംഗ് ആൻഡ് ഡിസൈൻസ് ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ബിസിനസ്സായി ചെയ്യാനായിട്ട് മെഷീൻ വാങ്ങുന്നവർ ഇങ്ങനെ സോഫ്റ്റ്വെയർ കിട്ടുമെങ്കിലും തീർച്ചയായും ഫുൾ വേർഷൻ സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം കസ്റ്റമർ പറയുന്ന ഡിസൈൻസ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലോഗോ ഡിസൈൻ പോലുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്വെയർ നോക്കി വാങ്ങിയിട്ട് ഡിസൈൻസ് ഡിജിറ്റൈസ് ചെയ്തെടുക്കുക തന്നെ വേണം. സോഫ്റ്റ്വെയറും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. പല ടൈപ്പ് സോഫ്റ്റ്വെയർസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങുക മാത്രമല്ല, ഉപയോഗിക്കാനും പഠിക്കണം. അത്ര ഈസി അല്ല ഇത്തരം സോഫ്റ്റ്വെയർ പഠിക്കണതും. ചില സോഫ്റ്റ്വെയർസിൽ ബേസിക്സ് മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഡീഷണൽ പ്ലഗിൻസ് എല്ലാം നമ്മൾ എക്സ്ട്രാ വാങ്ങണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രോഗ്രാംസ് പലയിടത്തും അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയർ വാങ്ങുകയും യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം മെഷീൻസ് വാങ്ങുന്നവർ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ മെഷീൻ വാങ്ങുന്നത് എഫിഷ്യൻറ്റും ഫങ്ഷണലും ആവില്ല. ഇനി പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ മെഷീൻ വാങ്ങുന്നവർക്ക് സോഫ്റ്റ്വെയർ വാങ്ങിയില്ലെങ്കിലും മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ധാരാളം ഡിസൈൻസ് വിൽക്കുന്ന വെബ്സൈറ്റുകളുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ മെഷീന് കോമ്പാറ്റബിൾ ആകുന്ന എക്സ്റ്റൻഷൻസ് വരുന്ന ഡിസൈൻസ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും കുറച്ച് ഡിസൈൻസ് ഇത്തരം വെബ്സൈറ്റുകളിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. പക്ഷേ ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് മുഴുവനായിട്ട് പ്രാക്ടിക്കൽ അല്ല. ഡിസൈൻ കസ്റ്റമൈസേഷൻ ചെയ്യാൻ സോഫ്റ്റ്വെയർ തന്നെ വേണം. അല്ലെങ്കിൽ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് എംബ്രോയിഡറി ഫയലാക്കി മാറ്റിയെടുക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ സേവനം അവൈൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്ത ഡിസൈൻസ് USB-യിലാക്കിയിട്ട് USB സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ഡിസൈൻ നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ പറ്റും. അതിലും പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഷീൻ്റെ ഹൂപ്പ് സൈസിനനുസരിച്ചുള്ള ഡിസൈൻ മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ട് എംബ്രോയിഡറി ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞ മൾട്ടി ഹൂപ്പിങ്ങിനെ പറ്റി ഈ അവസരത്തിൽ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മെഷീൻ്റെ ഹൂപ്പ് സൈസിനേക്കാൾ വലിയ ഡിസൈൻസ് എംബ്രോയിഡറി ചെയ്യാനുള്ള
സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് മൾട്ടി ഹൂപ്പിംഗ്. ഈ വലിയ ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മെഷീനിന് പറ്റുന്ന സൈസിലേക്ക് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് മൾട്ടി ഹൂപ്പിംഗ്. അപ്പോൾ വലിയ ഡിസൈൻ 4-5 ഡിസൈൻസ് ആയിട്ട് സേവ് ചെയ്യും. ഇനി ഓരോ പാർട്ടും കറക്റ്റ് പൊസിഷനിലേക്ക് 1 by 1 ആയിട്ട് പൊസിഷനിലേക്ക് ഹൂപ്പിൽ സെറ്റ് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ സിമ്പിളായിട്ട് പറയാമെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുക്കണതും അതുപോലെ ഹൂപ്പ് കറക്റ്റ് പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യണമെന്നൊക്കെ വളരെ എക്സ്പെർട്ടൈസ് വേണ്ട സംഗതിയാണ്. PE ഡിസൈൻ, എംബേർഡ്, വിൽകോം തുടങ്ങി പല ടൈപ്പ് സോഫ്റ്റ്വെയർസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇരുപത്തിരണ്ടാമത്തെ പോയിന്റ് എംബ്രോയ്ഡറി ഫോർമാറ്റ് എന്നുള്ളതാണ്. ഞാൻ മുമ്പ് എംബ്രോയ്ഡറി ഫോർമാറ്റിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചുവല്ലോ. ഓരോ ബ്രാൻഡ് മെഷീൻസിനും ഓരോ ടൈപ്പ് ഫോർമാറ്റിലാണ് ഡിജിറ്റൈസ് ചെയ്തെടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ബ്രദർ മെഷീനുകളിൽ .PES, .DST, .PHC തുടങ്ങിയ ഫോർമാറ്റുകളാണ് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത്. സിംഗർ മെഷീനിന് .DST, ഉഷ മെഷീനിന് .DST, .ART എന്ന് പറഞ്ഞ ഫോർമാറ്റും ഒക്കെയാണ് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മെഷീൻ അനുസരിച്ചുള്ള ഫോർമാറ്റിൽ ഡിസൈൻസ് ഡിജിറ്റൈസ് ചെയ്തെടുക്കണം. ഇരുപത്തിമൂന്നാമത്തെ പോയിന്റ് കോമ്പാറ്റബിൾ ടു ഇന്ത്യൻ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. രണ്ട് മെഷീനും ഇത് ബാധകമാണ്. കുറച്ച് കാലം മുമ്പ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ വാങ്ങാൻ ഞാൻ ചില ഡീലേഴ്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ പലർക്കും ഇങ്ങനത്തെ മെഷീൻസിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കുറവായിരുന്നു. ഇൻ്റർനെറ്റിലും റിസർച്ച് ചെയ്തപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മലയാളം ചാനലുകളിലും വീഡിയോസ് കുറവായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ചാനൽസിലും ആണ് നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഞാൻ ഫോറിൻ കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം മെഷീൻസിൻ്റെ ഒരു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് മെഷീൻസ് അന്വേഷിച്ചത്. അപ്പോൾ പറ്റിയ ഡീലറിനെ കണ്ടുപിടിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കാണുന്ന പല മെഷീൻസും നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം US, കാനഡ മുതലായ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ഇൻ്റർനാഷണൽ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ല ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ്സ്. വോൾട്ടേജും ഫ്രീക്വൻസിയും ഒക്കെ ഓരോ കൺട്രി അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം പല മെഷീൻസും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓൺലൈനിലായോ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നോ ഒക്കെ മെഷീൻസ് വാങ്ങിയോ അത് ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഈ എല്ലാ ബ്രാൻഡുകളുടെയും പല മെഷീൻസിൻ്റെയും ഇന്ത്യൻ വേർഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെയൊക്കെ പേരുകൾ വേറെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം ഇംഗ്ലീഷ് ചാനൽസിൽ നിന്ന് പേരുകൾ മനസ്സിലാക്കി വാങ്ങുന്നതിനേക്കാളും ഇവിടെയുള്ള ഇത്തരം മെഷീൻസിൻ്റെ അതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന മെയിൻ ഡീലേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ മെഷീൻസ് സെലക്ട് ചെയ്ത് വാങ്ങാവൂ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ ഇന്നോവിസ് NV180 മെഷീൻസ് ഇങ്ങനെ ഏകദേശം സിമിലറായിട്ട് US-ലുള്ള മെഷീനാണ് ബ്രദറിൻ്റെ SC625 എന്ന് പറഞ്ഞ മെഷീൻ. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ വേർഷൻസ് വേറെ ഉണ്ടാവും. ഇരുപത്തിനാലാമത്തെ പോയിന്റ് സർവീസ് എന്നുള്ളതാണ്. ഇതും രണ്ട് മെഷീൻസിനും ഒരേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുന്ന മെഷീന് നമ്മുടെ അടുത്ത് തന്നെ ലോക്കലായിട്ട് സർവീസ് അവൈലബിൾ ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. എത്ര നല്ല മെഷീനാണ് വാങ്ങിയെന്നുണ്ടെങ്കിലും സർവീസ് അവൈലബിൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മെഷീൻ്റെ മെഷീൻ എന്തെങ്കിലും കേടുപാടുകൾ വന്നാലോ ഇയർലി സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഡീലർ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ മെഷീൻ വാങ്ങാവൂ. ഇല്ലെങ്കിൽ ആ മെഷീൻ യൂസ്ഫുൾ അല്ലാണ്ടാവും. പിന്നെ 25-ാമത്തെ പോയിന്റ് ഓൺലൈൻ ഓണേഴ്സ് ക്ലാസ് എന്നുള്ളതാണ്.
ചില മെഷീനുകളുടെയൊക്കെ കൂടെ ഓൺലൈൻ ബേസിക് ട്രെയിനിങ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈവൻ കോംപ്ലിമെൻ്ററി സോഫ്റ്റ്വെയറിൻ്റെ വരെ ബേസിക് ട്രെയിനിങ് വരെ ചില ബ്രാൻഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അത്തരം ക്ലാസ്സസ് കിട്ടുന്ന മെഷീൻസ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഈ 25 പോയിൻറ്റ്സും കണക്കിലെടുത്ത് മെഷീൻ വാങ്ങിയാൽ നല്ലതാണ്. അപ്പോൾ ഈ സീരീസിൻ്റെ കഴിഞ്ഞ 3 വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ച് കണ്ടാലാണ് കൂടുതലും കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. സീരീസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ വാങ്ങിയ മെഷീൻ ഏതാണെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഒരു സീരീസായിട്ട് ഞാൻ വേറൊരു അവസരത്തിൽ ചെയ്യാം. സോ ദിസ് ഈസ് ടുഡേയ്സ് വീഡിയോ. കീപ് വാച്ചിങ്. താങ്ക് യു.